കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ TB21 ആംപ്ലിഫയർ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് വർക്ക് ചെയ്യിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാമെന്ന് നിങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണിത്. നമ്മൾ ഈ ആംപ്ലിഫയർ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ഒരു 12 വോൾട്ട് 24 വോൾട്ട് വരെയൊക്കെ കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ കൊടുക്കുന്ന ഒരു 19 വോൾട്ട് വരുന്ന ഒരു ലാപ്ടോപ്പിൻ്റെ അഡാപ്റ്ററാണ്. അതൊരു 3 ആംപിയർ ഒക്കെ ഉണ്ട് അതിന്. അപ്പം ഇതിൻ്റെ കൂടെ കിട്ടിയ കണക്ടർ വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 6 ഇഞ്ച് സബ് വൂഫർ ഉണ്ട്, നമുക്ക് അതും ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉള്ള 2 സ്പീക്കർ ചാനലാണ്. അതിന് നമുക്കൊരു ചെറിയ 2 സ്പീക്കറുണ്ട്, അതും കണക്ട് ചെയ്ത് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ സബ് വൂഫർ കണക്ട് ചെയ്യണമെങ്കിൽ ഇതിനൂടെ തന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ കിട്ടുന്നുണ്ട്. അത് വെച്ചാൽ നമുക്ക് സ്ക്രൂ അഴിച്ച് സബ് വൂഫറിൻ്റെ കണക്ഷൻ നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാം. നമ്മൾ ഈ ആംപ്ലിഫയറിനൊക്കെ കണക്ഷൻ കൊടുക്കുമ്പോൾ ഇതിൻ്റെ വയർ തമ്മിൽ കൂട്ടിമുട്ടി ഷോർട്ട് ആകാതെ നോക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഐസിയും കാര്യങ്ങളൊക്കെ കത്തിപ്പോകുന്നതാണ്. ഐസിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മാറാൻ കിട്ടുന്നതാണ്. എന്നാൽ ഏത് രീതിയിലാണ് പോകുന്നത് പറയാൻ പറ്റിയാൽ ചിലപ്പോൾ മൊത്തത്തോടെ പോകാനൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ ചാനലിന് വേണ്ടി ഇതിനകത്ത് കൊണ്ട് ഫിലിപ്സിൻ്റെ ഒരു ചെറിയ സ്പീക്കർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മറ്റേ ചാനലിൽ നമ്മൾ ക്രിയേറ്റീവിൻ്റെ ഒരു ചെറിയ സ്പീക്കർ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സബ് വൂഫർ 6 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. 19 വോൾട്ട് 3 ആംപിയറാണ് നമ്മൾ സപ്ലൈ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനും കൂടുതൽ ആംപിയറും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഔട്ട്പുട്ട് കിട്ടും. ഇതിൽ തന്നെ നമുക്ക് മാരക ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ആംപ്ലിഫയർ എത്രമാത്രം വൈറലായിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇത് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വലിയൊരു ആംപ്ലിഫയർ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2.1 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ചെറുതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. പക്ഷേ നമ്മൾ ഈ കാണുന്ന പോലെയല്ല, നല്ല പവറും കാര്യങ്ങളും ഈ ആംപ്ലിഫയർ തരുന്നുണ്ട്. അപ്പോൾ ഇതിന് മാക്സിമം നല്ലൊരു ആംപിയർ വോൾട്ടേജൊക്കെ കൊടുക്കുകയാണെങ്കിൽ അന്യ പവർ നമുക്ക് കിട്ടും, ഫുൾ പവർ തന്നെ കിട്ടും. അപ്പോൾ നമ്മളിവിടെ 6 ഇഞ്ച് കൊടുത്തിട്ട് പോലും നമുക്ക് ഇതിനകത്ത് ഇരിക്കാൻ വയ്യ, അത്രമാത്രം ബാസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു മ്യൂസിക് ഇട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുക ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ. അപ്പോൾ മാക്സിമം ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഏകദേശമൊക്കെ നമുക്ക് പിടി കിട്ടും. എന്തായാലും കണക്ട് ചെയ്ത് കാണിക്കാം. ഇത് കേട്ടപ്പോൾ ഭയങ്കര അതിശയമായിപ്പോയി. കാരണം 6 ഇഞ്ച് സബ് വൂഫറിൽ നിന്ന് ഇത്ര ബാസ് വരും എന്നുള്ളത് ഭയങ്കര അതിശയമാണ്. അപ്പോൾ ഈ ആംപ്ലിഫയർ മിടുക്കൻ എന്ന് പറഞ്ഞാൽ മിടുക്കൻ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഒരു 8 ഇഞ്ചോ അല്ലെ 10 ഇഞ്ചിൻ്റെ ഒരു സബ് വൂഫറൊക്കെ കൊടുക്കുകയാണെങ്കിൽ മാരകമായിരിക്കും. പിന്നെ സ്പീക്കറിൻ്റെ കാര്യം പറഞ്ഞാൽ സ്പീക്കർ ഇച്ചിരി പഴയതായതുകൊണ്ട് അതിൻ്റെതായ ക്ലാരിറ്റി കുറവുണ്ട്. എന്നാൽ തന്നെ അത്യാവശ്യം ക്ലാരിറ്റി ഈ സ്പീക്കർ തരുന്നുമുണ്ട്. നമുക്കൊരു പുതിയ സ്പീക്കറൊക്കെ മേടിച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ ആംപ്ലിഫയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. എത്ര പീസ് വേണമെങ്കിലും നമുക്ക് തരാൻ പറ്റും. കാരണം നമ്മുടെ സ്റ്റോക്ക് ഒരുപാടുണ്ട്. അപ്പോൾ വേണ്ടവർ നമ്മളെ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യുക.